നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ അടുത്ത് ഒരു 10 ലക്ഷം രൂപ നമ്മുടെ എടുത്തിട്ട് അതിനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അത് നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ മിക്ക ആളുകൾക്കും ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് വളരെ സുപരിചിതമാണ്. അതിൽ ഇപ്പോൾ മാസത്തിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ വളരെ അധികം സുപരിചിതമാണ്. എന്നാൽ മിക്ക ആളുകൾക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ഒത്തിരി അഡ്വൈസ് പുറത്തുനിന്നൊക്കെ ആളുകൾക്ക് കിട്ടാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെ നോക്കുമ്പോൾ കുറച്ച് നല്ലൊരു പേര് കേട്ട ഏതെങ്കിലും ഫണ്ട് ഹൗസ് എടുക്കുക, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് മിക്കപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലും ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടിയും സ്റ്റഡി നടത്തിയിട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം നമ്മളിപ്പോൾ ഏതെങ്കിലും ഫണ്ടിൽ കൊണ്ട് നിക്ഷേപിക്കുന്നതും അതിൽ ഇനി ഒരു 5 കൊല്ലം അല്ലെങ്കിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് അതിൽ എത്ര ഗ്രോത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യണം തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇന്നത്തെ ടോപ്പ് ഫണ്ടായിരിക്കില്ല 5 വർഷം കഴിഞ്ഞാൽ അത് പെർഫോം ചെയ്യണം. അപ്പോൾ അത് അനലൈസ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടെങ്കിലേ അത് നമ്മൾ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഫണ്ട് ഗ്രോ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഫണ്ടിൽ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് എല്ലാവരും കംഫർട്ടബിളായിട്ട് ചെയ്യാനായിട്ട് ഇന്ന് തയ്യാറാണ്. പക്ഷേ നമുക്കൊരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ പണം നമ്മുടെ കയ്യിലുണ്ടാവുകയാണ് മിക്ക ആളുകൾക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് ഇത്തിരി ഭയം വരുന്നത്. ആ സമയത്ത് എന്താണെന്നുള്ളത് കൺഫ്യൂഷൻ ആവുകയും ഇപ്പോൾ ചില ആളുകൾ നേരെ കൊണ്ട് റിസ്ക് ഒന്നും എടുക്കാതെ ഏതെങ്കിലും ബാങ്കിൽ FD ഇടാനായിട്ട് തയ്യാറാവും. ഇപ്പോൾ ബാങ്കിൽ FD ഇടുമ്പോഴൊരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അത് എസ്പെഷ്യലി ഇപ്പോൾ ഒരു നാഷണലൈസ്ഡ് ബാങ്കാണ്, ഒരു ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഒരു ബാക്കുള്ള ബാങ്കാണെന്നുണ്ടെങ്കിൽ അതിൽ റിസ്ക് വളരെ കുറവാണ്. അതിൽ എത്രയാണോ ഫിക്സഡ് റിട്ടേൺ പറഞ്ഞേക്കുന്നത് ആ ഒരു റിട്ടേൺ നമുക്കെപ്പോഴും കിട്ടുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാര്യം പറഞ്ഞാൽ ഓരോ കൊല്ലം ചെല്ലും തോറും ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരികയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന പണപ്പെരുപ്പം കൂടി വരുന്നത്. ഇപ്പോൾ മിക്കപ്പോഴും ഈ പണപ്പെരുപ്പത്തിനേക്കാളും കുറവാണ് ഈ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ബാങ്ക് FDനെ മാത്രം ആശ്രയിച്ചിട്ട് നമ്മുടെ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊരു 10 ലക്ഷം രൂപ ഉണ്ട്. അത് ഒരു FD സാഹചര്യത്തിലാണെങ്കിൽ 10 വർഷത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 6.2% ആയിരിക്കും ഇപ്പോൾ SBIയിലൊക്കെ കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇതിൻ്റെ ടാക്സും കൂടിയും കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ റിട്ടേൺ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഞാനൊരു ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നതിനെ കൂട്ടുന്നില്ല. ഒരു സ്ട്രെയിറ്റ് അവേ 10 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു 18.5 ലാക്കായിട്ട് വളരും. 10 വർഷം കൊണ്ട് ഇത്രയും ആവണം. 10 വർഷം കൊണ്ട് പോലും ശരിക്കും പറഞ്ഞാൽ ഡബിൾ ആവാത്ത ഒരു സിറ്റുവേഷനാണ് നമ്മൾ ബാങ്ക് FDനെ ആശ്രയിച്ച് നിൽക്കണമെങ്കിൽ. ഇതിലത്തെ ഇപ്പോൾ ഞാൻ അസംഷൻ എടുത്തേക്കുന്ന സ്ട്രൈറ്റ് അവേ 10 വർഷത്തേക്ക് FD ഇട്ടാലും മിക്കപ്പോഴും അങ്ങനെയായിരിക്കും ഇടുന്നത്. ചിലപ്പോൾ ഒരു വർഷത്തേക്ക് 2 വർഷത്തേക്കൊക്കെ ആയിട്ട് അങ്ങനെയാണ് FD ഇടാറ്. അപ്പോൾ അതിനിടയിൽ ചിലപ്പോൾ FD തിരിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ അതിൽ TDS കുറയ്ക്കും. ഇനി അതിൽ നിന്ന് നമ്മളെന്തെങ്കിലും കാശ് വേറെന്തെങ്കിലും ആവശ്യത്തിനൊക്കെ എടുക്കും, അത് വേറെ കാര്യമാണ്. ഇതിനിടയിൽ എന്തെങ്കിലും എമർജൻസീസൊക്കെ വരാം, അതിൽ നമ്മൾ കാശ് എടുക്കാവുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും ഒരു തിയററ്റിക്കലി 10 ലക്ഷം 10 വർഷം കൊണ്ട് ഈ ഒരു കറണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് അനുസരിച്ച് ഒരു ഇത്രയും രൂപയായിട്ട് 18.5 ലാക്ക് ആയിട്ട് വളരും. അതാണ് ഇപ്പോഴത്തെ ഒരു FD സിറ്റുവേഷനിൽ നടക്കുന്നത്. ഇപ്പോൾ മിക്ക ആളുകളും NRI ആയിട്ടുള്ള ആളുകളൊക്കെ വളരെയധികം മിച്ചം പിടിച്ച് വളരെയധികം ചുരുക്കി കാശ് മാക്സിമം കൊണ്ട് FDയിലൊക്കെ ഇട്ട് ഇരിക്കുന്ന ഒത്തിരി പേരെ കാണാറുണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ FDനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നതിൻ്റെ പേരിൽ അവരുടെ ഗ്രോത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലെവലിലായിരിക്കും നിൽക്കുന്നത്. അതും നല്ല ഗ്രോത്താണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇൻകം ഉള്ള ആളുകൾക്ക് ശരിക്കും പണം വളരെയധികം സേഫാണ്, എന്നാൽ ഈ ഒരു ഗ്രോത്ത് കിട്ടുകയും ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഗ്രോത്ത് ശരിക്കും പറഞ്ഞാൽ പോരാ. അതിനേക്കാളും ഗ്രോത്ത് ഉള്ള പ്രൊഡക്ട്സ് അവൈലബിളാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ പറയാവുന്നതാണ് ഒരു മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പം മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ടൈം ആയിട്ട് 10 ലക്ഷം രൂപയുണ്ട്, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിളായിട്ടാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് കൊണ്ടുപോയിട്ട് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് പോലത്തെ സ്കീമുകളൊന്നും നിക്ഷേപിക്കരുത്. കാരണം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇടുമ്പോൾ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ബൈ ഡിഫോൾട്ട് നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ബാക്ക്ഡാണ്, അതിൽ റെഗുലേറ്റേഴ്സ് ഉണ്ട്, ഇതെല്ലാം സുരക്ഷിതത്വമായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൽ വേറെ ഒരു പറ്റിക്കൽ പെടല അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇതിൽ. പക്ഷേ ഇതിലുള്ള റിസ്ക് എന്ന് വെച്ചാൽ മാർക്കറ്റ് റിസ്ക് ഉണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ഇക്വിറ്റി മാർക്കറ്റിലാണ് ഇടുന്നുണ്ട് അല്ലെങ്കിൽ ഡെറ്റിലൊക്കെ ഇടുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ച്, ഇപ്പോൾ മാർക്കറ്റിൽ എന്തെങ്കിലും ക്രാഷ് സംഭവിച്ചു, ഇപ്പം രാജ്യത്ത് ഒരു യുദ്ധം നടന്നു, അല്ലെങ്കിൽ രാജ്യത്ത് എന്തെങ്കിലും ഒരു സാമ്പത്തിക മാന്ദ്യം നടന്നു, അപ്പോഴേക്കൊരു നമ്മുടെ ഇക്വിറ്റി ഫണ്ടിൻ്റെ പെർഫോമൻസ് കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. ആ സമയത്ത് നമ്മൾ ഒരിക്കലും ഫണ്ട് എടുക്കുന്ന ഒരു സാഹചര്യം വരും. ആ സമയത്ത് കൂടുതൽ വാങ്ങാൻ പറ്റിയ ടൈമാണ്. എന്നിട്ട്
മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ആ സമയത്താണ് നമ്മൾ തിരിച്ചെടുക്കേണ്ടത്. ഇതെല്ലാനും ശരിക്കും പറഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുമ്പോൾ ഇതൊരു കോംപ്ലിക്കേറ്റഡ് നോക്കും. പക്ഷേ അതിനൊരു എക്സ്പേർട്ടായിട്ടുള്ള അഡ്വൈസറുടെ സഹായത്തോടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പ്രത്യേകിച്ചും നമ്മളൊരു വൺ ടൈം ഫണ്ടൊക്കെ ഇടുമ്പോൾ നമ്മളെപ്പോഴും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ അഡ്വൈസ് എടുത്ത് തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അറിയില്ല 10 വർഷത്തേക്ക് ത്രൂ ഔട്ട് 10 ലക്ഷം എൻ്റെ അടുത്ത് ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്ന് ആ പണം നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഫ്ലക്ച്വേഷൻ കുറവായിട്ടുള്ള ടൈപ്പ് ഫണ്ടിലിടണം. ഇതിനെ പറയാൻ വെച്ചാൽ അലോക്കേഷൻ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ എങ്ങനെ ഫണ്ട് അലോക്കേഷൻ നടത്തണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു എമർജൻസി പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഇതിനെ പിടിച്ച് ഒരു 20% എന്ന് വെച്ചാൽ 2 lakhs അതിനു വേണ്ടി മാറ്റി വയ്ക്കുക. ഇതാണ് ഒരു ആദ്യം ചെയ്യേണ്ടത്. ബാക്കിയുള്ള 8 ലക്ഷം രൂപ ഇതിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുക. അതും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻ കേസ് എന്തെങ്കിലും മാർക്കറ്റിൽ ഫ്ലക്ച്വേഷനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 60% എടുത്തിട്ട് കംപ്ലീറ്റ് ഇക്വിറ്റി ഫണ്ടിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ഒരു ഡെറ്റ് ഫണ്ടിലേക്ക്, അത് നല്ല ക്വാളിറ്റിയുള്ള ഡെറ്റ് ഫണ്ടിൻ്റെ പെർഫോമൻസ് നോക്കിയിട്ട് വേണം നമ്മൾ സ്കീം സെലക്ട് ചെയ്യാനായിട്ട്. അതൊരു 20% സെലക്ട് ചെയ്യുക. ഇനി ക്യാഷിലായിട്ട് നമ്മളൊരു വേറെ ഒരു 20% സെലക്ട് ചെയ്യുക. ഈ 8 ലക്ഷത്തിന് ഇങ്ങനെ വേണം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 8 ലക്ഷത്തിൻ്റെ 1.6 lakh വരും, 1.6 lakh വരും. എന്നിട്ട് ബാക്കിയുള്ളത് 4.4 lakhs ഇവിടെ ഇക്വിറ്റിയിലേക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനൊരു രീതിയിലാണ് നിക്ഷേപിക്കുന്നത്. ഇൻ കേസ് ഇപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് പണം ഇട്ട് എന്നിട്ട് പെട്ടെന്നൊരു മാർക്കറ്റിലൊരു ക്രാഷ് ഉണ്ടാകുന്ന ഒരു അവസ്ഥ വരെയാണ്. ചിലപ്പോൾ ഇതിൻ്റെ ഫണ്ട് താഴേക്ക് വരും, പക്ഷേ ഈ 2 ഫണ്ട് അങ്ങനെ തന്നെ നിൽക്കും. അതിൽ കുറച്ചൊരു ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇൻ കേസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഫണ്ട് എടുത്ത് ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ മാറ്റാം. ഇനി അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചിരുന്നാലും നമ്മുടെ എൻ്റയർ 10 ലക്ഷത്തിന് അത്ര വലിയൊരു വ്യതിയാനം ഉണ്ടാവാനായിട്ട് ചാൻസ് ഇല്ല. എസ്പെഷ്യലി ലോങ് ടൈമിൽ ഈ ഇക്വിറ്റിയിലുള്ള താഴേക്ക് പോയ പ്രൈസും മുകളിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണെങ്കിൽ നമുക്കൊരു ടോട്ടൽ ഈ ഫണ്ട് തന്നെ ഏകദേശം ഒരു 11.5% എന്നുള്ള രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവും അസ്യൂം ചെയ്യാം. ചിലപ്പോൾ ഇതിനേക്കാളും കുറവായിരിക്കും, ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതലായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു 10 വർഷം എന്നുള്ള ലെവലിലാണെങ്കിൽ ഒരു ആവറേജ് റിട്ടേൺ ഇത് വരും. ഇപ്പോൾ ഒരു മാർക്കറ്റിൽ തന്നെ ഒരു ഗ്രോത്ത് വന്നേക്കുന്നത് ഒരു ആവറേജ് റിട്ടേൺ ഒരു 14% എന്നുള്ള രീതിയിൽ ഇക്വിറ്റിയിൽ നിന്ന് നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ആണെങ്കിൽ തന്നെ നമുക്ക് ഈ പർട്ടിക്കുലർ ഫണ്ട് ഇപ്പോൾ ഏകദേശം ഒരു 23 lakhs എന്നുള്ള ലെവലിൽ ഗ്രോത്ത് നടക്കും. ഈ ഇത്രയും നിക്ഷേപിച്ച 10 വർഷം കൊണ്ടാണ് ഈ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ 2 lakhs തന്നെ നമുക്ക് ഇപ്പോൾ ഒരു 10 വർഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ഫണ്ട് പോലത്തെ സ്കീമിലൊക്കെ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 4.5 lakhs എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് ഗ്രോത്തായിട്ട് കിട്ടും. ഞാനിപ്പോൾ അസംഷനിൽ വെച്ചേക്കണം ഏകദേശം ഒരു 7.6% എന്നുള്ള രീതിയിലാണ് ഇതിലൊരു ഗ്രോത്ത് വെച്ചേക്കണം. ഇതിൻ്റെ ടോട്ടൽ ഗ്രോത്ത് തന്നെ നമുക്കൊരു 28 lakhs നമുക്ക് വളർത്തി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഗ്രോത്ത് പറഞ്ഞേക്കണത് ബേസിക് അസംഷൻ വെച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഇത്രയും തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് FDയിൽ ഓപ്പണായിട്ട് നമ്മൾ കൊണ്ടുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 lakhs ഒരു 18.5 lakhs വരുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ കുറച്ചും കൂടി അലോക്കേറ്റ് ചെയ്ത് കുറച്ചും കൂടി മാർക്കറ്റിൻ്റെ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കി അതേമാതിരി നമ്മുടെ ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റ്സൊക്കെ മനസ്സിലാക്കിയിട്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ തന്നെ ഈ 10 ലക്ഷം എന്നുള്ളത് ഒരു 28 lakhs ആയിട്ട് നമുക്കൊരു സാധാരണ കേസിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിൽ മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷനും മാർക്കറ്റിൻ്റേതായ റിസ്ക്കും എല്ലാനും ഇൻവോൾവ് ആണ്. പക്ഷേ ഒരു ലോങ് റണ്ണിൽ ഈ പറഞ്ഞ ഒരു റിട്ടേൺ സാധാരണയായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. എന്നിരുന്നാലും ഇനി ഒരു കുറച്ച് താഴെയാണെങ്കിലും ശരി ഈ FDനേക്കാളും നല്ലൊരു റിട്ടേൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതൊരു ബേസിക് എക്സാമ്പിൾ വെച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ കേസ് ടു കേസ് മാറും. ഓരോരുത്തരുടെ വയസ്സ് ഇതിന് കാര്യമായിരിക്കും, ഓരോരുത്തരുടെ റിക്വയർമെൻറ്റ് ഇതിന് വ്യത്യാസമായിരിക്കും. അതനുസരിച്ചായിരിക്കും ഈ അലോക്കേഷൻ നമുക്ക് ചെയ്യേണ്ടത്. ഇതൊരു സാധാരണ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഐഡിയ കിട്ടിയെന്നായിരിക്കും. ഒരു ലംസമായിട്ട് ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 5 ലക്ഷം ആണെങ്കിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 10 ലക്ഷത്തിന് പകരം ഒരു 50 ലക്ഷമോ അല്ലെങ്കിൽ 20 ലക്ഷമോ, എന്നിരുന്നാലും നമ്മൾ ഈ ഒരു പെർസെൻറ്റേജ് വെച്ചിട്ട് നമുക്ക് ചെയ്താൽ മതി. ഈ പെർസെൻറ്റേജ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളും അവരുടെ റിസ്ക് പ്രൊഫൈലും അവർക്ക് എത്ര നാൾ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഒരു എല്ലാവർക്കും ഒരു ജനറൽ ഐഡിയ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വിക്കായിട്ട് ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്, അതെങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കുക. നമുക്കതിനെ പറ്റിയുള്ള ക്വിക്കായിട്ടുള്ളൊരു
ഡിസ്കഷൻ നമുക്ക് തരാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു പെർസെൻറ്റേജ് നമുക്ക് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് നമുക്കൊരു അഡ്വൈസ് തരാനായിട്ട് പറ്റും. ഇത് എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.